ഹലോ. സോ ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹൗ ഫോറക്സ് ബ്രോക്കേഴ്സ് ആക്ച്വലി മേക്സ് മണി, എങ്ങനെയാണ് ഒരു ഫോറക്സ് ബ്രോക്കേഴ്സ് പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിൽ തന്നെ ബ്രോക്കേഴ്സിന്റെ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിലോട്ട് നമുക്ക് പോവാം. ബി ബുക്ക് ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേറ്റേഴ്സ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിനെ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അവരിൽ നിന്ന് എങ്ങനെ ഒഴിവാകാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം എങ്ങനെ ഒരു നല്ലൊരു ബ്രോക്കറിനെ ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം. സോ എനിവേസ്, മൈ നെയിം ഇസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെയിൻ വേസ് ബ്രോക്കേഴ്സ് മേക്ക് മണി. സോ മെയിൻ ബ്രോക്കേഴ്സ് പൈസ ഉണ്ടാക്കുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? സ്പ്രെഡിലൂടെ അല്ലേ. സോ വാട്ട് ഈസ് സ്പ്രെഡ്? സ്പ്രെഡ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബിഡ് പ്രൈസ് ആൻഡ് ദ ആസ്ക് പ്രൈസ്. സോ ബേസിക്കലി ബിഡ് പ്രൈസ്, ഇപ്പം നിങ്ങൾ കോട്ട്സ് എടുത്ത് കഴിഞ്ഞാൽ, നിങ്ങൾ മെറ്റാട്രേഡർ 5 യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബിഡ് പ്രൈസും ഉണ്ടാവും, ഒരു ആസ്ക് പ്രൈസും ഉണ്ടാവും. അത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അത് എങ്ങനെയാണ്, അത് എത്രമാത്രം ആകാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്പ്രെഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ ഈസ് ദ ഫിക്സഡ് എമൗണ്ട് പെർ ട്രേഡ് ഓർ പെർ ലോട്ട്, എസ്പെഷ്യലി ഇൻ ECN അക്കൗണ്ട്സ്. കമ്മീഷൻസ് എടുക്കുന്നത് ECN അക്കൗണ്ട്സിലാണ് കൂടുതലും കമ്മീഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. എന്താണ് ECN അക്കൗണ്ട് എന്നും എവിടെയാണ് കൂടുതൽ ECN അക്കൗണ്ട്സ് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനത്തുള്ള ട്രേഡേഴ്സിന് അത് യൂസ്ഫുൾ ആവുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ മാർക്കറ്റ് എക്സ്പോഷർ വെൻ ബ്രോക്കേഴ്സ് ടേക്ക് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് യുവർ ട്രേഡ്. സോ ബി ബുക്ക് ബ്രോക്കേഴ്സ് ബേസിക്കലി അല്ലേ. സോ അവരെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്, മാർക്കറ്റ് മാനിപ്പുലേറ്റേഴ്സ് അല്ലേ, അവരെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ലുക്ക് ഇൻ ടു മാർക്കറ്റ് മേക്കേഴ്സ് ഓർ ദ ബി ബുക്ക് മോഡൽ. ഓക്കെ, സോ ബി ബുക്ക് മോഡൽ ഓർ ദ മാർക്കറ്റ് മേക്കർ ബ്രോക്കർ ഡു നോട്ട് സെൻഡ് ക്ലയൻസ് ഓർഡർ ഡയറക്ട്ലി ടു ദ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. അവിടെ ബി ബുക്ക് ബ്രോക്കറിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓർഡേഴ്സ്, നമ്മളൊരു ബൈ ഓർഡറോ അല്ലെങ്കിൽ ഒരു സെൽ ഓർഡറോ ഇട്ട് കഴിഞ്ഞാൽ അത് ഡയറക്ട്ലി മാർക്കറ്റിലോട്ട് പോകത്തില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അത് ആ ഒരു ബ്രോക്കറിന്റെ അകത്ത് തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇൻസ്റ്റെഡ് ദേ ടേക്ക് ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ക്ലയൻസ് ട്രേഡ്. നമ്മളുടെ ട്രേഡിന് ഓപ്പോസിറ്റ് ആയിട്ട് അവർ ട്രേഡ് എടുക്കും. ഓക്കെ, സോ ഇഫ് ദ ട്രേഡർ ലൂസ് ദ ബ്രോക്കർ പ്രോഫിറ്റ്, ഇഫ് ദ ട്രേഡർ വിൻസ് ദ ബ്രോക്കർ ലൂസസ്. സോ ദാറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ബി ബുക്ക് ബ്രോക്കേഴ്സ്. സോ ബേസിക്കലി നമ്മളുടെ ഈ ഒരു സിസ്റ്റം, ഒരു ബ്രോക്കർ എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രോക്കർ ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യും. ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിൻ്റെയും നമ്മൾ ക്ലയൻസിൻ്റെയും ഇടയ്ക്കായിട്ടൊരു മീഡിയേറ്റേഴ്സായിട്ട് ആക്ട് ചെയ്ത് നമ്മളുടെ ഓർഡേഴ്സ് ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിന് കൊടുക്കുകയാണ് ആക്ച്വലി നടക്കേണ്ടത്. പക്ഷേ ഇവിടെ അത് നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവുക. ഓക്കെ, സോ അത് എന്താ പറയുക, നമുക്കൊരു ലോസ് ആവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 4000 അവിടുന്ന് ഗോൾഡിനകത്ത് നിന്ന് ഒരു ബൈ എടുത്തെന്ന് വിചാരിച്ചോ, നമ്മളൊരു $10 സ്റ്റോപ്പ് ലോസ് ഇട്ടത്, ഒരു ലോട്ട് ട്രേഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ $1000 നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ലോസ് ആവും. ആ പൈസ ആർക്ക് പോകും? ഈ പറയുന്ന ബ്രോക്കറിന് പോകും. ഓക്കെ, സോ ഇങ്ങനത്തുള്ള ബ്രോക്കേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അവർക്ക് റെഗുലേഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഈ റെഗുലേഷൻസ് എടുക്കാനായിട്ടുള്ള പൈസ അവരുടെ ഉണ്ടാവും. പക്ഷേ ആ പൈസ കൊടുത്ത് റെഗുലേഷൻ എടുത്തു കഴിഞ്ഞാലും അവർക്ക് ഇങ്ങനത്തുള്ള മാനിപ്പുലേഷൻസ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് അവർ ലൈസൻസ്ഡ് ആയിരിക്കില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ലൈസൻസ് എടുക്കാനായിട്ട് ബേസിക്കലി പല കൺട്രീസിലും ഇത്രയും എമൗണ്ട്, ഇത്രയും $1 million കെട്ടിവെക്കണം. സോ അതിന് അവർ മെനക്കെടുത്തില്ല. അവരെക്കാട്ടിലും വലിയൊരു പൈസ അവർക്ക് കുറച്ച് കാലയളവിൽ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് കൊണ്ടിട്ട് അവർ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ വലിയ വലിയ മാർക്കറ്റ് മൂവ്മെന്റ്സ് ഉള്ള സമയത്ത്, അതായത് ഫോർ എക്സാമ്പിൾ വലിയ ന്യൂസുകളുള്ള സമയത്ത്, NFP പോലത്തുള്ള ന്യൂസ് അല്ലെങ്കിൽ CPI പോലത്തുള്ള ന്യൂസ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് പോലത്തുള്ള ന്യൂസുകളുടെ സമയത്തൊക്കെ വലിയ മൂവ്മെന്റ്സ് ഉണ്ടാവുമല്ലോ. ആ മൂവ്മെന്റ്സിൽ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കും. അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്പൈക്കുകൾ ഉണ്ടാക്കി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. സോ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു വട്ടം ഞാൻ 2-3 ബ്രോക്കേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ബ്രോക്കറിൽ മാത്രം എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഞാൻ 3ലും ഒരേ സ്റ്റോപ്പ് ലോസ് ആണ് ഇട്ടത്, പക്ഷേ ഒരു പർട്ടിക്കുലർ ബ്രോക്കറിൽ മാത്രമേ ആ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയതുമുള്ളൂ. സോ അങ്ങനത്തുള്ള ബ്രോക്കേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക, മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ രണ്ടാമത് STP അക്കൗണ്ട്സ് ട്രേഡ് ത്രൂ പ്രോസസ്സിംഗ്. സോ STP ബ്രോക്കേഴ്സ് സെൻഡ് ക്ലയൻസ് ഓർഡേഴ്സ് ഡയറക്ട്ലി ടു ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിലോട്ട് ഡയറക്ട്ലി നമ്മുടെ ഓർഡേഴ്സ് പോകുന്നതിനെയാണ് STP അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നോ ഡീലിംഗ് ഡെസ്ക് ഓർ ബ്രോക്കർ ഇന്റർഫറൻസ്. ബ്രോക്കറിന്റെ ഒരു ഇന്റർഫറൻസും ഉണ്ടാവത്തില്ല. ഡയറക്ട്ലി നമ്മുടെ ഓർഡേഴ്സ്
എവിടെ പോവും? ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിന് പോവും. ഓക്കെ, സോ ബ്രോക്കേഴ്സ് ഏൺ ത്രൂ ദ സ്മോൾ സ്പ്രെഡ് ഓർ കമ്മീഷൻ. ബ്രോക്കർ നമ്മുടെ സ്പ്രെഡിലൂടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബിഡും ആസ്കും, നമ്മുടെ കോട്സിലെ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് എത്രയാണ് സ്പ്രെഡ് എന്ന് നിങ്ങൾക്ക് അറിയാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നേരെ ഒരു ബ്രോക്കർ ചൂസ് ചെയ്യുക, നിങ്ങൾ മെറ്റാട്രേഡർ 5 ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ആ കോട്സിലെ പേജിലോട്ട് പോവുക. കോട്സിലെ പേജിൽ പോകാൻ നേരത്ത് ബിഡ് എന്നും ആസ്ക് എന്നും തമ്മിലുണ്ടാവും. ആ ബിഡിന്റെയും ആസ്കിന്റെയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. അത് കൂടുന്തോറും ആ സ്പ്രെഡ് കൂടുകയും നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്ന ഓരോ ട്രേഡുകൾ എടുക്കാനായിട്ട് നമ്മൾ കമ്പനിക്ക് ബ്രോക്കറിന് കൊടുക്കുന്ന കമ്മീഷൻ കൂടുകയും ചെയ്യും. സോ ബേസിക്കലി ഒരു നോർമൽ സ്പ്രെഡ് അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്പ്രെഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 30-ക്കൊക്കെ താഴെ നിൽക്കുന്ന ബ്രോക്കേഴ്സിനെ ചൂസ് ചെയ്യുക. അതിന്റെ മുകളിലൊന്നും ഒരു കാരണവശാലും ചൂസ് ചെയ്യാതിരിക്കുക. അത് വളരെ വലിയൊരു സ്പ്രെഡാണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ബേസിക്കലി നമുക്കൊരു 30ക്ക് താഴെയായിട്ട് നിൽക്കുന്ന സ്പ്രെഡ് അതൊരു ഐഡിയൽ സ്പ്രെഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? ഫോർ എക്സാമ്പിൾ ഒരു യൂറോ USDയിലാണ് ഒരു ട്രേഡ് ചെയ്യുന്നതെങ്കിൽ STP ബ്രോക്കർ ഫോർവേഡ് ഇറ്റ് ഡയറക്ട്ലി ടു ദ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ്. ഓക്കെ, സോ മൂന്നാമത്തെ നമ്മുടെ ECN അക്കൗണ്ട്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ECN ഈസ് ഡിജിറ്റൽ ട്രേഡിംഗ് സിസ്റ്റം ദാറ്റ് മാച്ചസ് ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് ഡയറക്ട്ലി എമംഗ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. സോ ഓർഡേഴ്സ് ആർ മാച്ച്ഡ് ഇലക്ട്രോണിക്കലി ഗിവിംഗ് റിയൽ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഡീപ് ലിക്വിഡിറ്റി. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, സോ ECN ബ്രോക്കേഴ്സ് ചാർജ് സ്മോൾ കമ്മീഷൻ ഇൻസ്റ്റെഡ് ഓഫ് ട്രേഡിംഗ് അഗെയിൻസ്റ്റ് ക്ലയൻസ്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ നമ്മൾ ഒരു യൂറോ USDയിൽ ഒരു ലോട്ട് ഓഫ് ഗോൾഡ് എടുത്തു എന്ന് വിചാരിച്ചോ. നമ്മൾ എടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1.100 നമ്മൾ എടുക്കുന്നതെങ്കിൽ ECN സിസ്റ്റം എന്ത് ചെയ്യും? ECN നെറ്റ്വർക്ക് അവിടെ ഒരുപാട് മൾട്ടിപ്പിൾ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ടാവും, അത് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ദ സിസ്റ്റം ഫൈൻഡ് ഔട്ട് മാച്ചിങ് സെൽ ഓർഡർ. സോ മാച്ചിങ് ആയിട്ടുള്ള 1.100 സെൽ ഓർഡേഴ്സ് ഇട്ടിട്ടുള്ള വേറെ പാർട്ടിസിപ്പൻസിനെ അവർ ഈ സിസ്റ്റത്തിനകത്തുനിന്നൂടെ മാച്ചായി ആ ഓർഡർ പ്ലേസ് ആവുന്ന ഒരു സിസ്റ്റമാണ് ആക്ച്വലി എന്ത് ECN അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ട്രേഡ് എക്സിക്യൂട്ട് ഇൻസ്റ്റന്റ്ലി. യുവർ ബ്രോക്കർ ഡസന്റ് ടേക്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. broker earns a small commission instead of profiting from your losses. So ഇതാണ് ECNൽ ബേസിക്കലി നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ECNും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ ECN അക്കൗണ്ട്സ് സ്കാൽപ്പേഴ്സിനാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഹൗ ടു അവോയ്ഡ് മാർക്കറ്റ് മാനിപ്പുലേഷൻ. സോ ചൂസ് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റ് മാനിപ്പുലേഷൻ ഇങ്ങനത്തുള്ള ബി ബ്രോക്കറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? നമ്മൾ നോക്കേണ്ട കാര്യം, ചൂസ് ബ്രോക്കർ റെഗുലേറ്റഡ് ബൈ ടയർ 1 അതോറിറ്റീസ് സച്ചസ്. ടയർ 1 അതോറിറ്റീസ് ഏതൊക്കെയാണ്? FCA UK ബേസ് ചെയ്തിട്ടുള്ള FCAയുടെ റെഗുലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ASIC ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, അതേപോലെ SCA UAE ബേസ് ചെയ്തിട്ടുള്ള SCAയുടെ റെഗുലേഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അവരുടെ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് അവരുടെ ഒരു റെഗുലേഷൻ എങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രം ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്യുക. ഓക്കെ, സോ പ്രിഫർ STP ഓർ ECN ബ്രോക്കേഴ്സ് ഫോർ ട്രാൻസ്പെറൻസി. STP അക്കൗണ്ട്സും ECN അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, സോ ഫോർ അക്കൗണ്ട്സ് ബിലോ $10,000 STP അക്കൗണ്ട്സ് ആർ സ്യൂട്ടബിൾ. $10,000 താഴെയുള്ള അക്കൗണ്ട്സ് ആണെങ്കിൽ STP അക്കൗണ്ട്സ് ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ വിഡ്രോവൽസും ഡെപ്പോസിറ്റും ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. അതേപോലെ നമ്മളുടെ ഓർഡർ നമ്മൾ ഇടാൻ നേരത്ത് അത് സ്പീഡിൽ ആ ഓർഡർ നടക്കുന്നുണ്ടോ, അതേപോലെ സ്പൈക്കുകൾ വരാൻ നേരത്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. അതേപോലെ തന്നെ ചെക്ക് ഇഫ് ദ ബ്രോക്കർ പ്രൊവൈഡ്സ് റിലയബിൾ കസ്റ്റമർ സർവീസ്. നമുക്ക് കസ്റ്റമർ സർവീസ് പ്രോപ്പറായിട്ട് ഉണ്ടോ, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരൊരു മെയിൽ അയച്ചാൽ അവർ റിപ്ലൈ ചെയ്യുന്നുണ്ടോ, നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ലൈവ് ചാറ്റുകൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്ത്, ലൈവ് ചാറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് അതിനകത്ത് റിപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ ഈ ബ്രോക്കർ വന്നിട്ട് അവർ STP അക്കൗണ്ട്സും ECN അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് പ്രൊവൈഡ്സ്
സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ അതിനെക്കുറിച്ചും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലേഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. റെഗുലേഷൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ FCയുടെ റെഗുലേഷനും സ്കാഡ റെഗുലേഷനും അതേപോലെ ASICയുടെ റെഗുലേഷനും ഉള്ള ബ്രോക്കറാണ്. സോ ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി UKയുടെ റെഗുലേഷൻ ഉണ്ട്, SCയുടെ UAEയുടെ റെഗുലേഷൻ ഉണ്ട്, അതേപോലെ ASIC ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെയും റെഗുലേഷൻ ഉണ്ട്. അപ്പോൾ റെഗുലേഷൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ ഇതിൽ പേടിക്കേണ്ട എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് നമ്മളുടെ ECN അക്കൗണ്ട്സും അതേപോലെ STP അക്കൗണ്ട്സും ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ഈ പറയുന്ന സ്റ്റാർ ബ്രോക്കർ സ്റ്റാർ ട്രേഡർ നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും $100,000 വരെ സ്റ്റാർ ട്രേഡർ നമുക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ കൂടെ എക്സ്ട്രാ ബോണസ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് പ്രൊമോഷൻസ്, ഡെപ്പോസിറ്റ് ബോണസിനകത്ത് 100% ഫസ്റ്റ് ഡെപ്പോസിറ്റിന് ആദ്യത്തെ $1,000 100% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിന് 20% ബോണസും, ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $500 50% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല, അതായത് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ നമുക്ക് ബോണസുകൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പ്രോഡക്ട്സുകൾ, ഫോറക്സ്, കമോഡിറ്റീസ്, ഇൻഡിസീസ്, ഷെയർസ്, ETFs ഇവിടെയൊക്കെ ട്രേഡ് ചെയ്യാം. പ്ലാറ്റ്ഫോംസ് വന്നിട്ട് MTF, MT5 കോപ്പി ട്രേഡിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ട്രേഡ്സ് കോപ്പി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അങ്ങനെ വിഡ്രോവൽസും അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഇപ്പം വിഡ്രോവൽസ് ഒക്കെ നമുക്ക് മാക്സിമം അന്നത്തെ ദിവസം തന്നെ, നമുക്ക് മൺഡേ ടു തേഴ്സ്ഡേ ആണെങ്കിൽ അന്നത്തെ ദിവസം തന്നെയാണ് നമുക്ക് അക്കൗണ്ടിലോട്ട് പൈസ വരുന്നതും ബാങ്ക് ട്രാൻസ്ഫർ ഫീസൊക്കെ വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഇവിടെ നേരത്തെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് കാണുന്നില്ല. ഓക്കെ, സോ ഇതിനകത്ത് നേരത്തെ കാണിക്കുന്നത് ഇവർ ECN അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അക്കൗണ്ടിൽ ഓപ്പണിംഗിലോട്ട് പോകാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ECN അക്കൗണ്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ STP അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റാർ ട്രേഡിൻ്റെ റേറ്റിംഗ്സ് നിങ്ങൾക്ക് എന്താ പറയുക, സൈറ്റുകളിൽ കയറി നോക്കാം. WikiFX പോലത്തുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് കയറി നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വെബ്സൈറ്റുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നല്ല റേറ്റിംഗ്സ്, ഇപ്പം WikiFXലൊക്കെ 9.2 റേറ്റിംഗ്സ് ഉള്ള ബ്രോക്കറാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ കുറച്ച് എന്താ പറയുക, നമ്മുടെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഞാനിപ്പോൾ നോക്കിയിട്ട് അതൊന്നും കാണുന്നില്ല. ഓക്കെ, സോ ബേസിക്കലി കഴിഞ്ഞ ഏഷ്യ കപ്പിൽ നമ്മുടെ UAE ടീമിനെ സ്പോൺസർ ചെയ്തത് നമ്മുടെ സ്റ്റാർ ട്രേഡർ ആയിരുന്നു. അങ്ങനെ കുറേ സ്പോൺസർഷിപ്പുകളുണ്ട്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അതോ സ്പോൺസർഷിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ കഴിഞ്ഞ സ്പോൺസർഷിപ്പിലോട്ട് വന്നു നിങ്ങൾ വെബ്സൈറ്റിൽ തന്നെ കയറി നോക്കിയാൽ മതിയാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ ബ്രോക്കർ ചൂസ് ചെയ്യാൻ നേരത്ത് വൈസായിട്ട് ചൂസ് ചെയ്യുക. നല്ല ബ്രോക്കർ മാത്രം യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഹാർഡ് ഏൺ മണി, ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്ത് ലോസ് വന്നു കഴിഞ്ഞാൽ വലിയായിട്ട് വിഷമിക്കേണ്ട. പക്ഷേ ഇതേപോലെ ബ്രോക്കേഴ്സ് അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അത് നമ്മൾ ഉറപ്പായിട്ടും വിഷമിക്കേണ്ടി വരും. നമ്മളുടെ മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് അങ്ങനെ പോയെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബ്രോക്കർ ചൂസ് ചെയ്യാൻ നേരത്തെ സ്പ്രെഡ് വളരെ 30-നകത്ത് സ്പ്രെഡ് ഉള്ള ബ്രോക്കേഴ്സ് ചൂസ് ചെയ്യാനായിട്ട് എടുത്ത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം ടോപ്പിക്കിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലേ? സോ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുക. അതേപോലെ തന്നെ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സ്റ്റാറിൻ്റെ ലിങ്ക് ഉണ്ടാവും. സ്റ്റാറിൻ്റെ ലിങ്ക്, ഇന്ത്യൻ ലിങ്ക് വേറെയാണ്, UAE ലിങ്ക് വേറെയാണ്. UAE ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ത്രൂ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കോഡ് ഉണ്ടാവും, റെഫറൻസ് കോഡ് ഉണ്ടാവും. അതിൽ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ്ലി അക്കൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ടോപ്പിക്ക് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.